എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് മേരിലാൻഡിലെ ഓഷൻ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ മേരിലാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തതിനുള്ളൊരു സ്റ്റേറ്റാണ്. നമ്മുടെ ഇവിടുന്ന് ഒരു 3-3.5 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. അപ്പോൾ സമയം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം തന്നെ പോകാം കേട്ടോ. അപ്പോൾ ഈ ഓഷൻ സിറ്റി എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഒരു അടിപൊളി ബീച്ച് ഏരിയ ആണ് കേട്ടോ. ഗൂഗിളിൽ അങ്ങനെയാണ് കണ്ടത്. പിന്നെ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്കിനി അവിടെ ചെന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് വേഗം തന്നെ പോകാം, എന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ അപ്പാർട്ട്മെൻറ്റിൽ എന്തോ ഒരു പണി നടക്കുന്നുണ്ട്, അതിൻ്റെ ആ സൗണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, വേഗം തന്നെ പോകാം. നമുക്കപ്പോൾ ഈ മേരിലാൻഡിലേക്ക് കടക്കാനായിട്ട് ന്യൂജേഴ്സി കൂടാതെ വേറെ 2 സ്റ്റേറ്റും കൂടി കവർ ചെയ്യാനുണ്ട്. ഒന്നാമതായിട്ട് പെൻസിൽവാനിയ, രണ്ടാമത് ഡെൽവെയർ. അപ്പോൾ ഈ 2 സ്റ്റേറ്റുകൾ നമ്മൾ കവർ ചെയ്യണം. ഇപ്പോൾ നമ്മൾ പെൻസിൽവാനിയയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഈ നേരെ കാണുന്നത് ഫിലഡൽഫിയ ആണ് കേട്ടോ. അപ്പോൾ ആ കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ സിറ്റിയാണ്. പക്ഷേ എങ്കിൽ സിറ്റി ടച്ച് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ ഹൈവേ കൂടിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ കാണാം. ഇതുമാതിരത്ത് ഇങ്ങനെ തുരങ്കം പോലത്തെ വഴികൾ, പിന്നെ അതുപോലെ തന്നെ ഫിലഡൽഫിയയിലെ ഒരു സ്റ്റേഡിയം ഉണ്ടോ ആ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത്. അങ്ങനെ പിന്നെ ഹൈവേ ആയതുകൊണ്ട് ഇതൊക്കെയല്ലേ കാണാൻ പറ്റുള്ളൂ. പിന്നെ അതേ റൈറ്റ് സൈഡിൽ നോക്കിക്കണ്ടേ, ഇത് ഫുള്ള് ക്യാരവാനാണ്. അതൊക്കെ ഇങ്ങനെ റെൻറ്റിന് എടുക്കണ ഒരു ഭാഗം ഉണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഹൈവേയിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പെൻസിലേക്ക് കടന്ന ബോർഡൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇപ്പം നമ്മൾ ഒരു റെസ്റ്റ് ഏരിയയിലേക്കാണ് പോകുന്നത്. റെസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാലേ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട്. യാത്രക്കാർക്കൊക്കെ റെസ്റ്റൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയനാണ് റെസ്റ്റ് ഏരിയ എന്ന് പറയണത്. നമുക്കിവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം, പിന്നെ അതുപോലെ തന്നെ ഉറക്കം വരുന്നവരാണെങ്കിൽ വണ്ടിയിലിരുന്ന് ഉറങ്ങാം. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാർക്ക്, പിന്നെ അതുപോലെ ഫുഡൊക്കെ പാർസൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കുക. അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതേ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ വളരെ മനോഹരമായിട്ടും അതുപോലെ തന്നെ വൃത്തിയോടും കൂടിയാണ് അവർ റെസ്റ്റ് ഏരിയയൊക്കെ സെറ്റ് ചെയ്തേക്കണത്. പിന്നെ അതേ ഇത് കണ്ടില്ലേ, നിറച്ച് ടൂറിസ്റ്റ് ഗൈഡുകളൊക്കെ ഇവിടെ ഉണ്ട്. അതായത് ഇവിടെ വരുന്നവർ മൊത്തത്തിൽ ടൂറിസ്റ്റുകളായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ബുക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. മാത്രമല്ല ഇങ്ങനത്തെ ഈ പാക്ക്ഡ് ഫുഡുകൾ, ചായ, കോഫി, കൂൾ ഡ്രിങ്ക്സ്, അങ്ങനത്തെ വെൻഡിങ് മെഷീനുകളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. പിന്നെ അതേ നോക്കിക്കുക, ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ ലൈബ്രറി പോലെയാണ്. ഇങ്ങനെ ബുക്കുകളൊക്കെ വായിക്കാതിരിക്കുക, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞതേ ഇപ്പം നമ്മൾ പുറത്തേക്ക് വന്നേക്കും കേട്ടോ. അപ്പോൾ അതേ ഇതൊരു കുഞ്ഞു പാർക്കാണ്. അപ്പോൾ പാത്തൂന് കുറച്ച് നേരം ഇവിടെ നിന്ന് കളിക്കണമെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ പാർക്കിൽ എന്തോരം സീറ്റുകളാണ് നോക്ക്. ഒരുപാട് പേര് വന്ന് ഫുഡൊക്കെ ആയിട്ട് വന്ന് ഗ്രൂപ്പായിട്ടൊക്കെ വന്നിരുന്ന് ഫുഡ് കഴിക്കുക. ഈ കാണുന്ന ചെടിയില്ലേ, ആ ചെടിയുടെ അപ്പുറത്തൊക്കെ ഒരുപാട് ആളുകൾ വന്നിരിപ്പുണ്ട്. ഇത് കണ്ടില്ലേ, കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ കുറേ കുട്ടികൾക്ക് പറ്റിയ ഊഞ്ഞാലുകൾ അങ്ങോട്ടൊക്കെ ഒരുപാടുണ്ട് നടക്കാനൊക്കെ. അപ്പോൾ എല്ലാം ഒന്ന് ഓടി കിടന്ന് കാണാൻ പറ്റില്ല, നല്ല വെയിൽ. നമുക്ക് പോകാം. കുടിവെള്ളമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാം ഇങ്ങനെ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് നേരം യാത്ര ചെയ്യണമല്ലോ, അവിടെ എത്തുമ്പോൾ തന്നെ ഒരുപാട് ലേറ്റാവും. അങ്ങനെ അതേ നമ്മളിപ്പോൾ മേരിലാൻഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ലെഫ്റ്റ് സൈഡ് കാണുന്ന ബോർഡാണ്, ഒരു കുഞ്ഞു ബോർഡ്. അപ്പോൾ അതാണ് മേരിലാൻഡ് എന്ന് എഴുതിയേക്കണത്. ശരിക്കും എനിക്ക് പോലും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ അതേ മേരിലാൻഡിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ അതേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു ഭംഗി പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ. നല്ല രസമുണ്ട് കാണാനായിട്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ കടലൊക്കെ കണ്ടു തുടങ്ങി. ഇത് കണ്ടില്ലേ, എന്ത് രസമാണല്ലേ കടൽ. അപ്പോൾ ഇവിടെ ഞാൻ കൂടുതലായിട്ട് കാണാൻ സാധിച്ചത്, ഇവിടെയൊക്കെ ആളുകൾ ഈ ബോട്ടൊക്കെ റെൻറ്റിന് എടുക്കും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഈ വണ്ടിയുടെ ബാക്കിലായിട്ട് ഇതിങ്ങനെ കെട്ടിവലിച്ച് കൊണ്ടുപോകുന്നത് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അതൊന്നും ഞാൻ ഒരുപാട് ഈ വീഡിയോയിലൊന്നും എനിക്ക് പകർത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്നിട്ട് ഈ ബോട്ടിങ്ങായിട്ട് ഇങ്ങനെ ഇവർ കടലിൽ ഇറങ്ങിയിട്ട് ഫിഷ് ചെയ്യുക, അതൊക്കെയാണ് ഇവരുടെ പ്രധാന വിനോദം എന്ന് പറയണത്.
അങ്ങനെ നമ്മളിപ്പോൾ ഓഷൻ സിറ്റി എത്തിയിട്ടുണ്ട്. ഇതേ ആളുകളൊക്കെ പോകണുണ്ടല്ലേ, ഒക്കെ ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വഴിയിലൊക്കെ ഫുള്ള് ഇങ്ങനെ ഹോട്ടലുകളാണ് കേട്ടോ. ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ സീ ഫുഡുകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു അമ്യൂസ്മെൻറ്റ് പാർക്കുകളൊക്കെ നമുക്ക് റോഡ് സൈഡിൽ തന്നെ കാണാൻ സാധിക്കും, റൈറ്റ് സൈഡിലൊക്കെ. കാരണം വെച്ചാൽ ഇത് ഫുള്ള് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയൊക്കെ വലിയവരെയും കുട്ടികളെയൊക്കെ ഇങ്ങനെ ആകർഷണമാക്കുക എന്നുള്ള രീതിയിലാണ് അവർ അതിൻ്റേതായ രീതിയിൽ ഇങ്ങനെ ഓരോന്ന് റെഡിയാക്കിയേക്കണത്. പിന്നെ നമ്മളിവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഈ പാർക്കിംഗ് ആണ് കേട്ടോ. അതായത് ഇവിടെ ഒരുപാട് പബ്ലിക്കായിട്ട് പാർക്കിംഗ് ഏരിയാസൊക്കെ ഉണ്ട്, എങ്കിൽ പോലും നമ്മൾ വന്ന നേരം ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനെ ആകെ ഫുള്ളായിട്ടുണ്ടായിരുന്നു പാർക്കിങ്ങിന്. ഇതൊക്കെ കണ്ടില്ലേ, ഇത് ഫുള്ള് Airbnb വഴി ഇങ്ങനെ ടൂറിസ്റ്റുകൾ താമസിക്കുന്ന ഓരോരോ വീടുകളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കേണ്ടോ. കാരണം വെച്ചാൽ ഈ അറിയാത്ത സ്ഥലമായതുകൊണ്ടേ നമ്മൾ തോന്നിയ പോലെയൊക്കെ ഇങ്ങനെ വണ്ടി ഇട്ടാൽ നല്ല പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നോക്കി നടക്കുക എന്നുള്ളത് നല്ലൊരു പണി തന്നെയാണ്. ഞങ്ങൾക്കൊരു 3/4 മണിക്കൂറോളം നമ്മുടെ സമയം തന്നെ പോയിട്ടോ ഈ പാർക്കിങ്ങിന് വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ വളരെ സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ ഇടണമല്ലോ. പിന്നെ ചില സ്ഥലത്തു നിന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെയൊക്കെ ആയിരുന്നു പാർക്കിങ്. നമ്മൾക്ക് എത്ര സമയമെന്നൊന്നും നമുക്ക് കറക്റ്റ് അങ്ങനെ പറയാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ വേണം വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം തപ്പി നടക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതേ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഓഷൻ സിറ്റി എത്തിയിട്ടാണ്. നമ്മളങ്ങനെ ദേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നേരെ ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ബീച്ചിൻ്റെ അങ്ങോട്ട് കടക്കാനായിട്ട് ഒരുപാട് വഴിയുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ സൈഡിൽ കൂടി തന്നെ എല്ലാം അങ്ങോട്ട് കടക്കാനുള്ള എൻട്രൻസ് ആണ്. അപ്പോൾ ആളുകളൊക്കെ അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. നല്ല തിരക്കായിരുന്നു ഈ സമയത്ത്. അപ്പോൾ അതേ നമ്മളങ്ങനെ അങ്ങോട്ട് കടക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ളത് ഈ വാക്കിംഗ് സ്ട്രീറ്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഒരറ്റം തുടങ്ങി മറ്റേ അറ്റത്ത് എത്തണമെന്നുണ്ടെങ്കിൽ കിലോമീറ്ററുകളോളം ഇങ്ങനെ നടക്കാനുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് നടക്കാൻ മടിയുള്ളവർക്കും പിന്നെ അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ആ കാണുന്ന ട്രെയിൻ കണ്ടോ, ഒരു കുഞ്ഞ് ട്രെയിൻ, അതിൽ നമുക്ക് കയറി പോവാം കേട്ടോ. പക്ഷേങ്കിൽ ഞങ്ങൾക്കതൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ നടന്ന് തന്നെയാണ് പോയതും വന്നതും ഒക്കെ. നമ്മൾ നടന്നു പോകാം, അത്ര ദൂരമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് നമ്മൾ നടന്നത്. പക്ഷേങ്കിൽ നല്ല ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഒരു സൈഡിലേക്ക് ട്രെയിനോ തിരിച്ച് നടന്നോ വന്നിട്ട് കാഴ്ചകൾ കാണുന്നതായിരിക്കും കേട്ടോ നല്ലത്. അല്ലെങ്കിൽ 2 സൈഡിലേക്കും നടക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അതേ ഇത് കണ്ടില്ലേ, ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ ഫുള്ള് ഇങ്ങനെ ഷോപ്പുകളാണ് കേട്ടോ. ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ, സുവനീർ ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ കാണാൻ സാധിക്കും. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ അമേരിക്കയിൽ വന്നിട്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ഇത്രയും ഷോപ്പുകൾ കാണുന്നത്. ഇത് ഫുള്ള് ഇങ്ങനെ ഡ്രസ്സിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ ഓഫറിൽ ഡ്രസ്സ് കൊടുക്കണതൊക്കെ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ചെല്ലുമ്പോൾ ഉള്ള ആ ഒരു തിരക്കും കടകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ നമുക്ക് ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നിറച്ച് ബെഞ്ചുകളൊക്കെ ഇട്ടേക്കണുണ്ട് റൈറ്റ് സൈഡിലായിട്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡ് ഭാഗത്തായിട്ടാണ് ബീച്ചൊക്കെ വരുന്നത്. അപ്പോൾ അതേ ഇത് കണ്ടില്ലേ, നമ്മുടെ വള, മാല, ബാൻഡ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ ഈ വിൽക്കണത്. പിന്നെ ഫുള്ള് ടീഷർട്ടുകളാണ് നമുക്ക് ഡ്രസ്സായിട്ട് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പിള്ളേർക്ക് പറ്റിയ കുറേ ടോയ്സുകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു വൈബ് തന്നെയായിരുന്നു ഇങ്ങനെ കാണാനായിട്ട്. ഇതൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു പോകാൻ ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബിൽഡിങ്ങുകളൊക്കെ നിൽക്കണോണ്ടേ അതിൻ്റെ മറ പറ്റി ഇങ്ങനെ നടക്കണ കാരണം വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ അങ്ങോട്ട് നീങ്ങി ബീച്ചിൻ്റെ ഭാഗത്തേക്കൊക്കെ നടക്കുമ്പോൾ നല്ല വെയിലാണ് കേട്ടോ. നമുക്കിത് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. നമ്മൾ ഈ നിൽക്കണ ഈ സൈഡിലായതുകൊണ്ടാണ് നമുക്ക് അത്രയ്ക്ക് വെയിൽ അങ്ങോട്ട് ഏൽക്കാത്തത്. വേണ്ട അപ്പുറത്തെ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. ഫാമിലി ആയിട്ടും ബാച്ചിലറായിട്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ സൂക്ഷിച്ച് തന്നെ കൊണ്ടുപോകണം കേട്ടോ, അല്ലെങ്കിൽ അവരെയൊക്കെ മിസ്സാവാനിടയുണ്ട്. കാരണം വെച്ചാൽ നമ്മളീ പോയ സമയത്തൊക്കെ തന്നെ ഒരുപാട് പേരൻസ് പിള്ളേരെ തപ്പി നടക്കണതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ റൈറ്റ് സൈഡിൽ ക്യൂ ആയിട്ട് നിൽക്കണത് കണ്ട. അപ്പോൾ ഇതിൻ്റെ അകത്തും ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക അക്വാഷോ പോലെയൊക്കെ ചെറിയ ചെറിയ സ്പോട്ടുകളൊക്കെ ഉണ്ട്. നമുക്കത് ടിക്കറ്റൊക്കെ കൊടുത്ത് അതിൻ്റെ അകത്ത് കയറാം.
അപ്പോൾ നമ്മളിങ്ങനെ നടന്നിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോയൊക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, നമുക്ക് ബീച്ചിലൊക്കെ ഇറങ്ങി അതിന് ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്യാനുള്ള ഏരിയയൊക്കെ അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കവിടെ ബീച്ചിൽ ഇറങ്ങണതിന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഡ്രസ്സൊക്കെ ചീത്തയായാലും അങ്ങനെ നമുക്ക് വാഷൊക്കെ ചെയ്യാം. പിന്നെ അത് ഇത് നോക്കിക്കണ്ടേ, അവിടെ ഫുള്ള് ഇങ്ങനെ ഫ്ലാഗുകളൊക്കെ കൊടുത്തേക്കണോ. അത് ഇവിടെ ഈ അമേരിക്കയിൽ ഏത് സ്ഥലത്ത് ചെന്നാലും നമുക്ക് ഫ്ലാഗുകൾ കാണാം കേട്ടോ. ഷോപ്പിലായാലും പൊതുസ്ഥലത്തായാലും വീടുകളുടെ ഫ്രണ്ടിലായാലും ഒക്കെ ഇവരിങ്ങനെ ഫ്ലാഗ് കൊടുക്കുക നമുക്ക് കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിലൊക്കെ കണ്ടില്ലേ, ഫുള്ള് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കണത് ഓഫറെന്നും പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒക്കെ ടീഷർട്ടുകളാണ് കേട്ടോ, പല കളറിലുള്ള നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒക്കെ ഇങ്ങനെ ഫുൾ കൈ ആയിട്ടും കൂടിയായിട്ടുള്ള ടീഷർട്ടുകളൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഓഫറിൽ. അപ്പോൾ നമ്മളങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിരുന്നു, നല്ലൊരു വൈബായിരുന്നു. പിന്നെ മിക്ക ആളുകളും ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട്, അതായത് കയ്യിൽ ഇവർ ഇങ്ങനെ പാട്ടൊക്കെ വെക്കാനുള്ള സംവിധാനമൊക്കെ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇവർ വന്നേക്കണത്. പിന്നെ നമുക്ക് ട്രോളിയൊക്കെ ഇവിടെ റെൻറ്റിന് കിട്ടും. അതായത് നമുക്ക് ബീച്ചിൽ ഇറങ്ങുമ്പോൾ അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളും പിന്നെ പിള്ളേർക്ക് വേണ്ട ടോയ്സുകളൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റിയ ട്രോളികൾ, അതൊക്കെ നമ്മൾ അത് റെൻറ്റിന് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് നടക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലെ സാധനങ്ങളൊക്കെ അതിലിങ്ങനെ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ കുറേ നേരത്തിന് ശേഷം ഒരു സുവനീർ ഷോപ്പിൽ കയറിയേക്കും കേട്ടോ, സുവനീർ വാങ്ങിക്കാനായിട്ട്. അതിപ്പോൾ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിൽ ചെന്നാലും ഇപ്പോൾ അതൊക്കെ ഒരു വാങ്ങിക്കാന്നുള്ളതൊരു ശീലമായി. അപ്പോൾ സുവനീർ മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട്. വള, മാല, അങ്ങനത്തെ ഐറ്റംസുകൾ, ടീഷർട്ടുകൾ, ബാഗുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർക്ക് പറ്റിയ കുറേ ടോയ്സുകളും നമുക്ക് ഈ ഷോപ്പിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സുവനീർ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഏത് വേണമെന്ന് ആകെ ഒരു കൺഫ്യൂഷൻ ഏത് കണ്ടില്ലേ. അപ്പോൾ ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു ഇതാണ്ട് ഇവിടുത്തെ ഞണ്ട്. അപ്പം ഞണ്ടിൻ്റെ രൂപത്തിലുള്ള സുവനീറുകളും നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ അതേ കുറേ നേരം നടന്ന് അവശതയായി ഇപ്പോൾ ഇരിപ്പായിട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് നടന്നേ. അപ്പോൾ നമ്മൾ ഇരിക്കണതിൻ്റെ ഓപ്പോസിറ്റ് ഇത് കണ്ടില്ലേ, ഇത് ഫുള്ള് ഹോട്ടലുകളാണ്. ബീച്ചിനോട് വ്യൂ ചെയ്തിട്ട് ഉള്ള ബാൽക്കണിയൊക്കെ ഉള്ള ഇങ്ങനെ ഹോട്ടലുകൾ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ബീച്ചിലൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കണമൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ സാധിക്കും കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇതുവരെ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ തോന്നി അപ്പോൾ ഇനി വേഗം തന്നെ ഫുഡ് കഴിക്കാറെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എങ്കിലും മിക്കതും ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് കയ്യിൽ വാങ്ങി നമ്മൾ അവിടെ തന്നെ ആ ഫുട്പാത്തിലുള്ള ആ ബെഞ്ചിലിരുന്ന് കഴിക്കണം, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കൂടുതലും. പിന്നെ ഇരുന്ന് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റുകളും ഉണ്ട് കേട്ടോ. പക്ഷേങ്കിൽ അവിടെയൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. കാരണം വെച്ചാൽ എന്തായാലും ലഞ്ചും കഴിച്ചിട്ടില്ല, അപ്പോൾ മര്യാദയ്ക്ക് ഇരുന്ന് കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇരുന്ന് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്ന് നമ്മളിപ്പോൾ ഏകദേശം ഒരുപാട് നടന്നിട്ടോ അറ്റം വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അറ്റത്തെത്തിയപ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു റെസ്റ്റോറൻറ്റ് ഇത് കണ്ടില്ലേ കിട്ടിയത് കേട്ടോ. അത്യാവശ്യം വളരെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണിത്. അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷമുണ്ട് നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു അടിപൊളി വൈബാണ് കേട്ടോ. ഇവർക്ക് അകത്തിരിക്കാനുള്ള സൗകര്യം കൊണ്ട് പുറത്തും ഇരിക്കുക. ഞങ്ങൾ പുറത്താണ് ഇരുന്നത്. പുറത്താണെങ്കിൽ ഏത് കണ്ടില്ലേ, നല്ല ഒരു കാറ്റൊക്കെ കൊണ്ട് ബീച്ചൊക്കെ കണ്ട് നമുക്കിവിടെ ഇരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാം. നല്ല കാറ്റായിരുന്നു. കാര്യം വെയിലുണ്ടെങ്കിലും ഈ റെസ്റ്റോറൻറ്റിനെ മറ പറ്റിയിരിക്കണോണ്ടേ നമുക്ക് വെയിൽ ശരിക്കും ഏൽക്കില്ല. അപ്പോൾ അതേ നമുക്കുള്ള ഫുഡുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ ട്രെയിലായിട്ടാണ് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റത്തെ ഡിഷ് എന്ന് പറയുന്നത് ഒരു ഞണ്ടിൻ്റെ ഡിഷാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു എന്താ പറയുക, ഒരു ടെൻഷനായിരുന്നു. ഇത് കഴിക്കാൻ പറ്റുമോ, ഇങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു ചിക്കനും അതുപോലെ പൊട്ടറ്റോയും ആണ്. ഇതും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. സോറി, അത് ചിക്കൻ അല്ലായിരുന്നു കേട്ടോ, അതും ഒരു ഫിഷ് ഐറ്റംസ് തന്നെയായിരുന്നു, സാൽമൺ ഫിഷ്. ഇതാണ് കേട്ടോ ചിക്കൻ്റെ ഐറ്റംസ്. പിന്നെ ഇത് ഒരു സാലഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസുകൾ 4 ഡിഷായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഞണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കുറച്ചും കൂടി ടെൻഷൻ ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ അത് നമുക്ക് പൊട്ടിക്കാനുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ അവർ തന്നു. അതിനുശേഷം അതിൻ്റെ ആ ഒരു മീറ്റ് ആ ഒരു സോസിൽ മുക്കി കഴിച്ചപ്പോൾ എൻ്റെ പൊന്നെ എന്തൊരു ടേസ്റ്റായിരുന്നു എന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ചിക്കൻ ഒരു ഗ്രിൽഡ് ആയിരുന്നേ, അതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ സാൽമണും അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് ഒന്ന് കയറി ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലെ ഫുഡെല്ലാം നല്ല അടിപൊളിയായിരുന്നു. പക്ഷേങ്കിൽ റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ. അത് പിന്നെ ഈ ടൂറിസ്റ്റ് പ്ലേസൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ, റേറ്റൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിച്ചത് ഇതുമാതിരത്തെ കുറേ പൂക്കളൊക്കെയാണ് കേട്ടോ. എല്ലാ റെസ്റ്റോറൻറ്റിലും അങ്ങനെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ, വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കണ്ടല്ലോ.
അങ്ങനെ അപ്പം ഞങ്ങളിതേ ജസ്റ്റ് ഒരു ഷോപ്പിൽ കയറിയതാണ്. ഇവിടെ പുറത്ത് കുറേ ടീഷർട്ടുകളൊക്കെ കണ്ടില്ലേ, അകത്ത് ഫുള്ള് കുട്ടികൾക്ക് പറ്റിയ ടോയ്സൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ബീച്ചിൻ്റെ ആ ഭാഗത്തേക്ക് നടക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ബീച്ചിൻ്റെ അങ്ങോട്ട് പോകാനായിട്ട് ഇത് കണ്ടില്ലേ, ചെറിയൊരു ഇങ്ങനെ ഒരു എൻട്രൻസ് പോലെ ഇങ്ങനെ മരത്തിൻ്റെ പലക പോലെ ഇങ്ങനെ കുറച്ച് ഭാഗം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ വാക്കിംഗ് സ്ട്രീറ്റ് മൊത്തം ഫ്ലോറ് ഒരു മരത്തിൻ്റെ പലക വെച്ചിട്ടാണ് ചെയ്തേക്കണത്. അതായത് നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ വന്നാലും സ്ലിപ്പ് ചെയ്ത് വീഴൊന്നുമില്ല, അതുമാതിരത്തെ രീതിയിലാണ് അവർ അവിടെ ഫ്ലോർ ചെയ്തേക്കണത്. അപ്പോൾ അതേ ഈ ബീച്ചിൻ്റെ ഈ സൈഡിലേക്ക് വന്നപ്പോൾ അടിപൊളി വൈബാണ് കേട്ടോ. ഇതിൽ മെയിനായിട്ട് പറയത്തക്കാന്ന് വെച്ചാൽ നല്ല വൃത്തിയാണ് കേട്ടോ. ഒരു വേസ്റ്റ് പോലും അവിടെ കളഞ്ഞിട്ടിട്ടില്ല. ആളുകളൊക്കെ എന്ത് അടിപൊളിയായിട്ട് ഇരിക്കണേന്ന് നോക്കിയാൽ എല്ലാവരും ചെയറൊക്കെ കൊണ്ടുവന്നിട്ട് ഇരിക്കുന്നു. ഈ ചെയറൊക്കെ എന്തോ റെൻറ്റിന് എടുത്താണോ അതോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ടെൻറ്റൊക്കെ കെട്ടി കിടക്കുന്നവരുണ്ട്. പിന്നെ എല്ലാവരും പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ കിടക്കണമെന്നും ഈ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ചാടണതൊക്കെ പാട്ട് ഓരോരുത്തരും ഓരോ ടൈപ്പ് പാട്ടുകളൊക്കെയാണ് വെച്ചേക്കണത്. കൂട്ടത്തിൽ ഒരുപാട് ഇന്ത്യൻസിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചാൽ നല്ല അടിപൊളി നല്ല ഹിന്ദി പാട്ടുകളും തമിഴ് പാട്ടുകളൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ടെൻറ്റിൻ്റെ ഉള്ളിലും നിന്നിട്ടാണ് കേട്ടോ ഇങ്ങനെ ഓരോരോ പാട്ടുകൾ. അല്ലാതെ ചെയറിലിരിക്കണവരൊക്കെ ഇങ്ങനെ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ ഞങ്ങൾ അങ്ങനെ ബീച്ചിലൊന്നും ഇറങ്ങിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഈ ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടേ ഇനിയിപ്പോൾ ഈ 2-3 മണിക്കൂർ ഇനിയിപ്പോൾ യാത്ര ചെയ്യണ്ടേ. അപ്പോൾ ആകെ ഒരു ഇതായി പോലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനൊന്നും നിന്നില്ല, ദൂരെ നിന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെ നമ്മൾ ഇനിയിപ്പോൾ അങ്ങനെ ബീച്ചിൽ കുറേ നേരം നിന്നതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ആ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ നടക്കുകയാണ്. അപ്പോൾ ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ ഇത് നോക്കിക്കണ്ടേ, ആളുകൾ പിന്നെയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര സമയം വരെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. എങ്കിൽ പോലും നല്ല തിരക്കാണ് കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഓരോ ഈ കാർട്ടൂൺ രൂപങ്ങളൊക്കെ ഇങ്ങനെ ഡ്രസ്സുകൾ ധരിച്ച ആളുകളെയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷേങ്കിൽ അതിനൊക്കെ ഓരോ റേറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഇവിടെ റേറ്റ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും കാണുന്ന പോലെ തന്നെ ഇങ്ങനെ ഈ പെയിൻറ്റിങ്, അതായത് നമ്മളിങ്ങനെ ഇങ്ങനെ ഓരോ ഇങ്ങനെ വരച്ചൊക്കെ തരുമല്ലോ, അതൊക്കെ അങ്ങനെ ഓരോന്നൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ആ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു വലിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ അതിൽ ഓരോന്നിനും ഓരോ ടിക്കറ്റാണ് കേട്ടോ. അപ്പോൾ അതിനൊന്നും കയറാനുള്ള ടൈമൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ലാസ്റ്റായപ്പോൾ ട്രെയിനിൽ കയറിയാലോ എന്നൊക്കെ ഒന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ അത് ചുറ്റിക്കറങ്ങിന് വരാനായിട്ട് 1 മണിക്കൂർ എടുക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഇനിയും ലേറ്റ് ആവുമല്ലോ. ഇപ്പോൾ തന്നെ 8 മണിയൊക്കെ ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചു പോകേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനിയും നമ്മൾ 1 മണിക്കൂർ അവിടെ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ സമയം പോവുമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ അതിന് കയറാനായിട്ട് നിന്നില്ല. അപ്പോൾ വന്ന സമയത്ത് തന്നെയാണ് കയറിയിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. അപ്പോൾ ഇത് നോക്കിക്കണ്ടേ, ഇതിലൊക്കെ കയറാനൊക്കെ നല്ല തിരക്കാണ്ടോ. കാണുമ്പോൾ തന്നെ പേടിയാവും. ഇത് കണ്ടില്ലേ ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ പൊങ്ങണതൊക്കെ ആയിട്ട്. പക്ഷെ പിള്ളേർക്കൊക്കെ അത് കാണുമ്പോൾ ഭയങ്കര ഒരു രസമാണ്, കയറണമെന്നൊക്കെ തോന്നും. അപ്പോൾ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇങ്ങനെ കുഞ്ഞൊരു ജീപ്പിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ട്രെയിൻ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ ഉള്ളിലിരുന്നാൽ അവർ മൊത്തം ഈ വാക്കിംഗ് സ്ട്രീറ്റ് ഇങ്ങനെ ചുറ്റിക്കറക്കി കാണിക്കും കേട്ടോ. അപ്പോൾ അതിന് ഒരു റേറ്റാണ്, ഒരു സൈഡിലേക്ക് ഒരു റേറ്റ്, അങ്ങനെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് വേറെ ടിക്കറ്റാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളങ്ങനെ പോകാനായിട്ട് നിന്നപ്പോഴാണ് പിന്നെ പിള്ളേർക്ക് ഇത് ഐസ്ക്രീം കഴിക്കണമെന്നും പറഞ്ഞ് നമ്മളിപ്പോൾ ഒരു ഐസ്ക്രീം ഷോപ്പിൽ കയറി. അങ്ങനെ നമ്മൾ 3 ഫ്ലേവർ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ റേറ്റ് പറയാതിരിക്കലാണ് ഭേദം. നല്ല അടിപൊളി റേറ്റായിരുന്നു. കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള റേറ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകാനായിട്ട് വണ്ടിയുടെ ഭാഗത്തേക്ക് പോവുകയാണ്. ഈ നേരമായിട്ടും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ 7 മണി വരെ 8 മണി വരെ ഒന്നും അങ്ങനെ നിബന്ധനയൊന്നുമില്ല കേട്ടോ ബീച്ചിൽ ഇറങ്ങാൻ. ഇവിടെ അങ്ങനെ എല്ലാവരും എല്ലാ സമയത്തും ഇറങ്ങണതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേങ്കിൽ എല്ലാവരും അവരവരുടെ സേഫ്റ്റി നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഇറങ്ങണത്. അങ്ങനെ നമ്മൾ അങ്ങനെ ഇനിയിപ്പോൾ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റുകളൊക്കെ നമുക്ക് കാണാം. ഇതെല്ലാം സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ.
സീ ഫുഡ് മാത്രമല്ല വേറെ ഫുഡുകളും കിട്ടും, എങ്കിലും കൂടുതലും സീ ഫുഡുകളാണ്. സീ ഫുഡിൽ മെയിനായിട്ട് ഞണ്ടുകളാണ് കേട്ടോ ഇവരുടെ മെയിനായിട്ടുള്ള ഡിഷ്. ഞണ്ടുകളുടെ റെസ്റ്റോറൻറ്റ് ഒരുപാട് നമ്മൾ കണ്ടായിരുന്നു. പിന്നെ അതേ ഇത് കണ്ടില്ലേ, ബോട്ടുകളൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്ന കാറുകൾ, ഇതൊക്കെ ഒരുപാട് നമ്മൾ ഈ യാത്രയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മേരിലാൻഡിലെ വിശേഷങ്ങൾ, അതായത് ഓഷൻ സിറ്റിയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വരാത്തവരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വരണേ. നല്ല അടിപൊളി പ്ലേസാണ്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, നല്ല അടിപൊളി വൈബാണ്, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ. പിന്നെ അവിടെ നിന്ന് താമസിച്ച് കാഴ്ചകൾ കാണുകയാണെങ്കിൽ കൂടുതലും രസമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയ അമേരിക്കൻ വിശേഷവുമായിട്ട് പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.